ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. അപ്പം നമ്മൾ ഓണമൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ഈ പ്രാവശ്യത്തെ ഓണം നമ്മളൊരു കൂട്ടായ്മയൊന്നും ഇല്ലാത്ത ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാം കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അവിൽ കൊണ്ടുള്ള ഒരു ഉപ്മാവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ വൈറ്റ് കളറിൽ തിക്കായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നാട്ടിൽ കിട്ടുമോയെന്ന് അറിയില്ല, സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ സാധാരണ അവിൽ വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷെ അത് വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോവും. ഇത് കുറച്ച് റഫായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി മീഡിയം സൈസ്, ഒരു ലെമണ്, ഒരു 2 പച്ചമുളക്, കുറച്ച് നിലക്കടല, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ച് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം അവിലൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യവും കഴുകണം. അധികം പ്രസ് ചെയ്യാതെ സോഫ്റ്റായി കഴുകിയെടുക്കാം. അതിനുശേഷം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം നിലക്കടല ഇട്ട് കൊടുക്കണം. കടല കരിഞ്ഞു പോവാതെ ചെറുതായി ഒന്ന് മൊരിച്ചെടുക്കണം. അതിനുശേഷം ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി, വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. കാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവലിട്ടിട്ട് ബാക്കി ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയാൽ മതി. ക്യാപ്സിക്കം അധികം വെന്ത് പോവാതെ ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അവിൽ ഞാൻ നേരത്തെ കഴുകി വെച്ചതാണ്. അപ്പോൾ അവിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഗ്യാസ് സിമ്മിലിട്ട് ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിൽ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ലെമണും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ അവിലുപ്മാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.